ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പരിസ്ഥിതി ദിനത്തില്ലേ, അതുകൊണ്ട് ഞാനൊരു പുതിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഒരു കുറ്റിയൊരു വീഡിയോ, ചെറിയൊരു കാടെന്ന് തൊട്ടാണെങ്കിൽ പറയാം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയുന്നത്. നമുക്ക് ഉള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന മരങ്ങൾ, ഇതിന് നമുക്ക് കായ്കളൊക്കെ കിട്ടുന്നതാണ്. എനിക്കിവിടെ ഏകദേശം ഒരു 7 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിൽ തന്നെ വീടാണ് കൂടുതലിരിക്കുന്നത്. ഞാനതിൽ പറ്റുന്നിടത്തെല്ലാം മാക്സിമം ഉൾക്കൊള്ളിക്കേണ്ട മരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ അവക്കാഡോ മരമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ മേടിച്ച് നട്ടിട്ടുണ്ട്. കഴിക്കുമെന്ന് നോക്കാം. ഇത് എൻ്റെ വീട്ടിൽ അമ്പഴമാണ്. ധാരാളം കായ്കൾ കിട്ടുന്നുണ്ട്. വീട്ടാവശ്യത്തിന് പുറത്തും കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് എനിക്ക് ഒരു 2 വർഷം മുന്നേ കിട്ടിയ എൻ്റെ മോക്ക് കിട്ടിയ സ്കൂളിൽ കിട്ടിയ മധുരമാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല. പൊഴിഞ്ഞ് പോകുന്നുണ്ട്. കഴിക്കുമെന്ന് വിചാരിക്കുന്നു പ്രാവശ്യം. ഇതൊരു സീതപ്പഴമാണ്. ഇതും ഇതുവരെ കായ്ച്ചിട്ടില്ല. പ്രൂൺ ചെയ്ത് വിട്ടു. ഇങ്ങനെ ശാഖകളൊക്കെ ഒരുപാട് വന്ന് നിന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഡ്രമ്മിലാണ് വെച്ചേക്കുന്നുണ്ടോ, ഇത് സ്ഥലമില്ലാത്തത് കൊണ്ട് ഡ്രമ്മിൽ വെച്ചേക്കുന്നു. ഇത് നമ്മുടെ ഇളന്തപ്പഴം എന്ന് പറയും, ബിയർ ആപ്പിൾ. ഇതിൽ ധാരാളം കായ്കൾ എനിക്ക് കിട്ടിയായിരുന്നു. സീസൺ അനുസരിച്ച് അല്ലാണ്ടും കിട്ടുന്നുണ്ട് ഇതിൽ. ഇത് ബിയർ ആപ്പിളിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഞാവൽ. ഇതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാവൽ പറിക്കുന്നത്. ഇതും ഞങ്ങൾ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ടായിരുന്നു. ഇത് മാവാണ്. അത് ഞാൻ ചെറിയൊരു പെയിൻറ്റ് ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് മാറ്റി നടേണ്ട സമയമായി. ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുകയാണ്. ഇത് അറിയാമല്ലോ, മുരിങ്ങയാണ്. ഇതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല കായ്കൾ കിട്ടിയിട്ടുണ്ട്. പറ്റുന്നിടത്തെല്ലാം ഞാൻ മാക്സിമം ആണെങ്കിലും വെച്ചിട്ടുണ്ട്. അകപ്പാടെ കണ്ടു ഇത്ര സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്താണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇത് അത്തിയാണ്. ഇതിൽ നിന്ന് എനിക്ക് 4-5 കായ് കിട്ടിയായിരുന്നു. ഇതാണ് എൻ്റെ വീട്, എൻ്റെ തോട്ടം. ഒരു കുട്ടി തോട്ടമാണ് ഇതൊക്കെ. എനിക്ക് പറ്റുന്ന പോലെ ഒരു കാട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. കാണാൻ ലുക്കൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിൽ നട്ടിട്ടുണ്ട്. ഇതിന്നിപ്പോൾ ഇത് ആദ്യമായിട്ട് കായ്ക്കുന്ന റംബൂട്ടാൻ. ഇത് 2 ഉണ്ട്. അതിൽ നിന്നൊന്ന് കുറേ പൊടിഞ്ഞു പോയി. ഒരു 4-5 എണ്ണം പിടിച്ചിട്ടുള്ളൂ. അടുത്ത വർഷം നന്നായിട്ട് കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. വേറൊരു സാധനം കാണിച്ചു തരാം. കണ്ടോ, കുഞ്ഞു കായാണ്, വളർന്നിട്ടില്ല. തനിയെ മുളച്ചതാണ് കേട്ടോ ഇത്. ഇങ്ങനെ അത് ജാമ്പയാണ്. ഇതും സീതപ്പഴത്തിൻ്റെ കുറച്ച് ഇതാണ്. ഇത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ ചെടികളും മരങ്ങളൊക്കെ നടുന്ന വീഡിയോയും ഫോട്ടോയൊക്കെ ഇടുന്നുണ്ട്. ഇത് ഡെയിലി ലൈഫിൽ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലതായിരുന്നു. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് നമുക്കും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണത്. കണ്ടോ, റംബൂട്ടാനൊക്കെ ഇതാദ്യമായിട്ടാണ് ഇത്രയും കഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ പ്രാവശ്യം ഒരു 5 എണ്ണമാണ് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ വിളഞ്ഞു വരുന്നുണ്ട്. കണ്ടോ, പറ്റുന്ന ചെടികളെല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. ഇതും തനിയെ മുളച്ചതാണ് കേട്ടോ. അതിലൊരു കുഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടുമോ എന്നറിയത്തില്ല, വാടിയാണ് നിൽക്കുന്നത്. മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല. അത് ഇത് രമ്പയിലയാണ്. ഞങ്ങളുടെ മല്ലിയിലാണ്, ആഫ്രിക്കൻ മല്ലിയില. ഇത് മൺതക്കാളിയുടെ ഒരു തൈയാണ് മുളച്ച് വന്നിരിക്കുന്നത്. ശംഖുപുഷ്പം. അങ്ങനെ ഇത് ചുമ്മാ മുളച്ചിടുന്ന ഒരു അരയിലാണ് കേട്ടോ. ഞാൻ വെറുതെ ബക്കറ്റിലെടുത്ത് വെച്ചേക്കുന്നു. പ്രൂൺ ചെയ്ത് വിട്ടേക്കുന്നു. ബോൺസായി ആക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല ഇത്രയും ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഡെയിലി പരിചരണമൊന്നും ആവശ്യമില്ല. ചെടികൾക്കാണ് ഡെയിലി നോക്കേണ്ടത്. ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ചെക്കൊക്കെ ഉണ്ടോ, ഇതൊക്കെ മൂട്ടിലായതുകൊണ്ട് മഴയത്ത് അഴുകി പോകുന്നത്. വലിച്ച് കെട്ടാനുള്ള ഒരു ഇതില്ല. ഇതിൽ നിന്നൊക്കെ എനിക്ക് ധാരാളം പേരൊക്കെ കിട്ടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പറിക്കുന്നത്, ഈ സപ്പോട്ടയൊക്കെ പറിക്കുന്നത്. ഇത് കോട്ടുകോണം മാവാണ്. ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു. വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. കിട്ടിയിരിക്കുന്നുണ്ടോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വെറൈറ്റി? നമ്മുടെ സീതപ്പഴമാണ്. അതിൻ്റെ റെഡ് കളർ വെറൈറ്റി. ഒന്ന് മാത്രമാണ് കായ് പിടിച്ചത്. ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. കണ്ടോ, അടുത്ത വർഷം തൊട്ട് ധാരാളം കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാം. കാടാണ്. ആർക്കും ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇതൊക്കെ കണ്ടാൽ. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഇതങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടു വയ്ക്കുന്നതൊക്കെ. ഇനിയും നടാൻ ആഗ്രഹമുണ്ട്, സ്ഥലമില്ല. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ ഞാനെല്ലാം ചേർത്ത് നട്ടിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല നടേണ്ട, നല്ല ഗ്യാപ്പിട്ടൊക്കെ വേണം നടാൻ. ഞാൻ ഉള്ള സ്ഥലത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചേർത്ത് അത്യാഗ്രഹം കൊണ്ട് മാക്സിമം എല്ലാം വെച്ച് പിടിപ്പിക്കേണ്ടതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇതുപോലെ എല്ലാവർക്കും നമ്മുടെ ഉള്ള സ്ഥലത്ത് തന്നെ മാക്സിമം നമുക്ക് മരങ്ങൾ നട്ട് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു താല്പര്യം കൂടെ ഉണ്ടായാൽ തന്നെയാണ് നമുക്കത് അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കി വേണം, അതിലെന്തെങ്കിലും പെസ്റ്റോ രോഗങ്ങളോ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം, അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അത് വല്ലപ്പോഴൊക്കെ ഉണ്ടാകത്തുള്ളൂ. മാക്സിമം എന്നും ചെന്ന് ഒരു ഇത്തിരി നേരം ഒന്ന് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതിയാകും. ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് അതിന് ചുറ്റും നടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് കിട്ടുന്നത്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇത്രയും നമ്മൾ നട്ട് ഓരോ ദിവസവും നോക്കി ചെന്ന് അതിൽ ഒരു കായൊക്കെ വരുമ്പോൾ നമുക്കത് കാണുമ്പോഴും അത് പറിക്കുമ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം, ഒരു പ്രത്യേകത ഇതാണ്. അതൊന്നും നമുക്ക് അനുഭവിച്ചാൽ തന്നെയാണ് മനസ്സിലാകത്തുള്ളൂ. അത് വേറെ ഒന്നിനും നമുക്കത് കിട്ടത്തുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പറ്റുന്നവരെല്ലാം ഒരു ചെടിയെങ്കിലും ഒരു മരമെങ്കിലും വീട്ടിൽ നട്ടു വളർത്തി അതിനെ പരിപാലിക്കേണ്ടതാണ്. അതിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു തണലിലെങ്കിലും ഒരു മരം വയ്ക്കാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് അതിനെ ചുവട്ടിലിരിക്കുമ്പോൾ അത് കാറ്റ് കിട്ടുമ്പോഴും ഉള്ള ഒരു പ്രത്യേക വൈബ് ഉണ്ടാകും. അത് ഇതിൽ അത്രയും ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ചിലരൊക്കെ ഇത് കളിയാക്കലായിരിക്കും. ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചിലർ പറയും മൊത്തം കാടാക്കി വെച്ചിരിക്കുന്നതൊക്കെ പറയും. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനും, ഇതൊക്കെ വിളവൊക്കെ എടുക്കുന്നത് കാണാനും, ഇതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. മിക്കവർക്കും ഇതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊന്നും കാണുന്നത് ഇഷ്ടമല്ല.